ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് രാവിലത്തേക്ക് വേണമെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് വേണമെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് ചെയ്യാനും എങ്ങനെ ഉണ്ടായിരുന്നതെല്ലാം ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് 2-3-4 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഇഞ്ചി കഷ്ണം പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാത്രത്തേക്ക് ഗോതമ്പ് പൊടി 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചതവുണ്ടല്ലോ അതും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ വെള്ളം ചേർക്കാതെ ഈ തൈരും ഈ മസാലകളൊക്കെ ഒന്ന് കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. കുറച്ചും പാടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ളായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കണ്ടാൽ നമുക്കിത് കിട്ടേണ്ടത്. ഈ ഒരു ലൂസിലാണ് മാവ് ഇരിക്കേണ്ടത്. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോഴേക്ക് ഞാൻ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണയിലാണ് ഞാനത് പൊരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ ബോൾസാക്കിയിട്ട് ഇങ്ങനെ ബോണ്ട വലുപ്പത്തിൽ ആ രൂപത്തിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ചെറുതായിട്ട് വേണമെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം. ഈവനിങ് സ്നാക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. നിങ്ങൾ രാവിലത്തേക്കാണെങ്കിൽ പിന്നെ ഇത് കുറച്ച് വലിയ ബോൾസാക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അത് ചട്ടിനി കറിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗോതമ്പ് ബോണ്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് വലിയ ബോൾസാക്കി ഇടുകയാണെങ്കിൽ ഇതിലേറെ ഒരു ഇത് കിട്ടും കേട്ടോ. അപ്പോൾ അടുത്തത് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫുള്ളായിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം. ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീട്രൂട്ടും വെറും ഗോതമ്പ് പൊടി മാത്രം വെച്ച് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു നമുക്ക് രാവിലെയൊക്കെ കറിയൊന്നും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റും. ഭയങ്കര ഒരു ടേസ്റ്റിയാണ്. ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഇത് നല്ലൊരു ഉപകാരപ്പെടും. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു വലിയ ബീട്രൂട്ട് എടുത്ത് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ 3 കപ്പ് ഗോതമ്പ് പൊടിയും അധികം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ച ബീട്രൂട്ട് ഉണ്ടല്ലോ അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇത് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അത് വെള്ളേറി പോകും.
ഏറുകയാണെങ്കിൽ കുറച്ചും പാടെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന അതിനെക്കാട്ടിൽ കുറച്ചും പാടെ ഒരു ലൂസിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് ഞാൻ ഫുള്ളായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുക്കണം കേട്ടോ. ഇതേ ഒരു വലുപ്പത്തിലാണ് ഞാൻ ബോൾസാക്കി എടുത്തിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. എന്നാൽ കുഞ്ഞുങ്ങൾ ഒക്കെ ഈ ഒരു കളറൊക്കെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾ ഒന്ന് കഴിച്ചൊക്കെ നോക്കും. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ ഒന്ന് ആവിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂറോളം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഫുള്ളായിട്ട് നല്ലോണം എന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഫില്ലിങ് റെഡിയാക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ഒരു 10-20 ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അത് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പിലയും പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കപ്പ് തേങ്ങ ചെറിയതും പാട് ചേർത്ത് കൊടുത്തിട്ട് എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അതൊന്ന് വറവായതിന് ശേഷം നമ്മൾ നേരത്തെ കുഞ്ഞു ബോൾസ് വേവിച്ച് വെച്ചിരുന്നു അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കുക കേട്ടോ. ഇത് പിന്നെ വേവിച്ചെടുക്കാനൊന്നും നിൽക്കണ്ട. ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാൻ അതിലേറെ ടേസ്റ്റിയാണ്. പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഹെൽത്തിയാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് നല്ലതാണ്. നമ്മൾ ബീട്രൂട്ടും വെറും ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഓക്കെ, ബൈ. കിട്ടുന്ന ബോൾസ് രൂപത്തിൽ കിട്ടുന്ന രീതിക്കാണ് നമുക്കിത്. അത്രയും ആവോളം പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. കയ്യിൽ ഒന്ന് വെള്ളം നനച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കൂല. എന്നിട്ട് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി അല്ലാതെ ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കാം. നല്ലോണം ഷേപ്പ് വേണമെന്നൊന്നുമില്ല, ഒരു രൂപത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഒരു ഇരുമ്പ് ചട്ടി ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പാം ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നല്ലവണ്ണം ചൂടായതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടുക. പിന്നെ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇടുക കേട്ടോ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞ് പോയി മുകളിലില്ല സവാളൊക്കെ പെട്ടെന്ന് കരിഞ്ഞ് പോകും. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ ഒരു ഭാഗമായി വന്നിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും പാടൊന്നും ആവുമോളം നമുക്കൊന്ന് മറിച്ചിട്ടെടുക്കാം. ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ രീതിക്കാവുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. ഇനി അടുത്തതും ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അത് ഒരു ബ്രൗൺ നിറമാവോളം, നല്ലോണം ബ്രൗൺ നിറമാവോളം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. കണ്ടില്ലേ, ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം നമ്മൾ ഭയങ്കര ടേസ്റ്റിയായിട്ട് വെറും ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഉള്ളിവട റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര പണിയോളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ട് നമുക്ക് നല്ല ആരൊക്കെടുത്ത കലത്തപ്പം ഇങ്ങനെ തയ്യാറാക്കാന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഇത് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് അറിയില്ല കേട്ടോ. അത്രയ്ക്കൊരു ടേസ്റ്റിയാണ്. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതേ കപ്പിന് തന്നെ 1 കപ്പ് വെള്ളം പാട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഇത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഫുള്ളായിട്ട് ഞാൻ നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ 2 അച്ച് ശർക്കരയും പിന്നെ ഒരു പൊട്ടും പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം പാട് ചേർത്തിട്ട് ഒന്ന് മെൽറ്റാക്കിയെടുക്കാം. ഇനി ഈ തിളക്കുന്ന ഈ ചൂട് തന്നെ നന്നായിട്ട് ശർക്കരയൊക്കെ ഉരുകിയതിന് ശേഷം ആ ചൂട് തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അതിനോട് പെട്ടെന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. നമ്മൾ ഗ്യാസിൽ നിന്ന് എടുക്കുന്ന ആ തിളച്ച ചൂട് തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനായിട്ട് നമ്മുടെ മാവ് ഇതേ ഒരു ഇതിലാണ് കേട്ടോ വേണ്ടത്. ഇനി കുറച്ച് അപ്പസോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 സ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മുറി തേങ്ങ ചെറുവേതും പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇത് നമ്മൾ വെറും ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ടാണ്ട്, വേറെ ഒരു പൊടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഞാനൊരു ചീൻചട്ടി ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അത് പൊരിക്കുന്നതല്ല. തുള്ളി ഒരു സ്പൂണൊക്കെ എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു തവി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒഴിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒഴിച്ച് കൊടുക്കുക. പിന്നെ പറ്റ ലോ ഫ്ലെയിമിലാക്കുക കേട്ടോ, അല്ലെങ്കിൽ ഉള്ളൊക്കെ കരിഞ്ഞു പോവുള്ളൂ. ഇതൊന്ന് പുറം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗത്തേക്ക് എണ്ണയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചും പാടെ അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, നമ്മളെ ടേസ്റ്റി കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോഴേക്ക് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. പിന്നെ അവർക്കൊരു ഹെൽത്തി ആണേനും. ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി അടുത്തത് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് 2-3 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം തുറന്ന് വെക്കാം. അപ്പോൾ എല്ലാതും ഇതുപോലെ ചുട്ടെടുക്കുക. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല ആരെടുത്ത കാലത്തപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് വെറും ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉള്ളിവട റെഡിയാക്കി എടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു 4-5 സവാള എടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി അധികം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊക്കെ ഇങ്ങനെ ഒന്ന് വേറെടുത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നല്ലവണ്ണം കുഴച്ചിട്ട് ഈ സവാള ഫുള്ളായിട്ട് നല്ല സോഫ്റ്റായി വരുവോളം കുഴച്ചെടുക്കണം കേട്ടോ. നല്ലവണ്ണം അമർത്തി കുഴച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ സവാള ഫുള്ളായിട്ട് സോഫ്റ്റായി വരുള്ളൂ കേട്ടോ. സോഫ്റ്റായി വന്നാൽ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങൽ തുടങ്ങും കേട്ടോ. ഇതിങ്ങനെ ഈ സവാളയുടെ വെള്ളം ഇങ്ങനെ ഇറങ്ങൽ തുടങ്ങോളം നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും ഇതിൽ നിന്ന് നല്ലവണ്ണം വെള്ളം ഇറങ്ങി വരും കേട്ടോ. ഇനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം.
ഇപ്പം ഞാനൊരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുറന്ന് നോക്കിയപ്പോഴേക്കും നല്ലവണ്ണം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഈ സവാളയിൽ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അതിൽ നിന്ന് ഇറങ്ങിയ വെള്ളം മാത്രം മതിയാവും. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂണ് ഇഞ്ചി ചതച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് കട്ട് ചെയ്തിട്ട് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. വെറും ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്. വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ മൈദപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴും കിട്ടുന്നത്. ഇനി കുറച്ചും പാട് ചേർത്ത് കൊടുക്കാം പൊടി. വേപ്പില നമ്മൾ ഈ സമയത്ത് ഞാൻ ലാസ്റ്റായിരുന്നു ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് വേപ്പിലയും ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ ലാസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതും പാടെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് ഇത് കിട്ടേണ്ടത് ഈ ഒരു രൂപത്തിലാണ് കേട്ടോ. കണ്ടില്ല, ഇങ്ങനെ ഉരുട്ടിയാൽ ഇങ്ങനെ പിന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കാം. നല്ല റെസിപ്പിയിലോട്ട് പെട്ടെന്ന് പോവാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു ശർക്കരയാണ് കേട്ടോ ഇതിലേക്ക് എടുക്കുന്നത്. പഴത്തിന് മധുരം ഉണ്ടാവുകൊണ്ട് ഒരു ശർക്കര മാത്രം മതിയാവും. പിന്നെ അതിലേക്ക് ഒരു കപ്പ് വെള്ളം പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇത്രയും പഴം എടുത്തിട്ടുണ്ട്. പഴം നമ്മൾ തൊലി കളയാതെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അതേ കനത്തിൽ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്ന ആ കനത്തിന് നല്ല ഇതായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഒരേ കനത്തിൽ കിട്ടും. നമ്മൾ ഈ തൊലി കളഞ്ഞുകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒക്കെ ഒരു ശരിക്ക് അതിൻ്റെ ഷേപ്പിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടും കേട്ടോ. ഞാൻ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഒരു പഴത്തിൽ നിന്ന് തന്നെ ഒരുപാട് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ. ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ തൊലി ഇങ്ങനെ എടുത്ത് മാറ്റിയാൽ മതി. കണ്ടില്ലേ, നല്ല ഒരുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലോണം കനം കുറഞ്ഞ് കിട്ടിയിട്ടുമുണ്ട്. പഴം കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ഇത്രക്കൊരു പഴംപൊരിക്കൊരു ഇത് കിട്ടില്ലല്ലോ. കണ്ടില്ലേ, ഇതൊക്കെ നല്ല പിന്നെ കനം കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ളായിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കാൻ വെച്ചതൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോവട്ടെ. അപ്പോഴേക്കും ഇതിൻ്റെ മാവ് റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 1/2 കപ്പ് മൈദപ്പൊടി പാടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മൈദപ്പൊടി വേണമെന്നില്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വെറും ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇനി നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് അപ്പസോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഈ പൊടിയിൽ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ശർക്കര പാനി ഉണ്ടല്ലോ, അത് ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇനി കുറച്ചും പാടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നോക്കാം കേട്ടോ. നല്ലവണ്ണം ലൂസ് വേണ്ടതിന് എന്നാൽ കുറഞ്ഞൊരു ലൂസിൽ ഞാനിത് കാണിച്ചു തരാം കേട്ടോ. കുറച്ചും പാടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 1 കപ്പ് ശർക്കര പാനി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു രീതിക്കാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. കണ്ടില്ലേ, നല്ലവണ്ണം ലൂസ് അല്ലേനും എന്നാൽ കുറഞ്ഞൊരു ലൂസിലാണേനും ഈ രീതിക്ക് നമുക്ക് എടുക്കണം. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നില്ല കേട്ടോ. നമ്മൾ പിന്നെ മാവ് ഉണ്ടാക്കിയ ഉടനെ തന്നെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞാനൊരു ചട്ടി ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ അത് പൊരിച്ചെടുക്കുന്നത്. എണ്ണ ഒന്ന് നല്ലവണ്ണം ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മാവിൽ മുക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. മാവിൽ മുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് നല്ലവണ്ണം മാവ് പിടിക്കും വരെ ഒന്ന് ചെയ്ത് കൊടുക്കുക. നമ്മൾ കൈ പിടിച്ച ഭാഗത്ത് പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് പിടിച്ചിട്ട് പിന്നെ അവിടെ ഒന്നും പാടെ ഒന്ന് മുക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എണ്ണയിലേക്ക് ഇടാം കേട്ടോ. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾക്ക് ഒരു
മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഒരു ഭാഗം വെന്തതിന് ശേഷം നമുക്ക് മറ്റേ ഭാഗം പാടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. വെറും ഗോതമ്പ് പൊടി വെച്ചങ്ങാണ്ട് ഉണ്ടാക്കിയാലും ഇതുപോലെ തന്നെ കിട്ടും കേട്ടോ. മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, മൈദമാവ് ചേർക്കാതെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് അടുത്തേക്ക് പിടിച്ച് കാണിച്ചിട്ട് കണ്ടില്ല, നല്ല പൊള്ളച്ചൊക്കെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം. ഒരു ഭാഗം മുക്കിയതിന് ശേഷം മറ്റേ ഭാഗവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാൻ എല്ലാതും ഒരു ന്യൂസ് പേപ്പറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന്